ആലപ്പുഴ സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിൽ കുടുങ്ങിയ ശസ്ത്രക്രിയാ ഉപകരണം ഇന്ന് സർജറിയിലൂടെ പുറത്തെടുക്കും. കൊച്ചി അമൃത ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുക. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന സർജറിക്കിടെയാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയത്. വർഷങ്ങൾക്കിപ്പുറം നടത്തിയ എക്സ്റേ പരിശോധനയിൽ ഉപകരണം ശരീരത്തിനുള്ളിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. വയറ്റിൽ കുടുങ്ങിയ ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുക്കാനുള്ള സർജറിക്ക് വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ പോകാൻ ഉഷ ജോസഫും കുടുംബവും വിസമ്മതിച്ചിരുന്നു. പിന്നാലെയാണ് കൊച്ചി അമൃത ആശുപത്രിയിലെത്തിയത്. ഉഷയുടെ ശസ്ത്രക്രിയ ഇന്ന് നടക്കും. അടിയന്തര സാഹചര്യമില്ലാത്തതിനാൽ നേരത്തെ നിശ്ചയിച്ച സർജറികൾക്കൊപ്പം തന്നെയാണ് ഇതും നടക്കുക. ഇന്നലെ ഗാസ്ട്രോ വാർഡിൽ പ്രവേശിപ്പിച്ച ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. CT സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കി. വിവിധ വകുപ്പ് പ്രതിനിധികൾ ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് ചേർന്ന് പരിശോധനാ റിപ്പോർട്ടുകൾ വിലയിരുത്തി. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കിടെ ഉണ്ടായത് ഗുരുതര പിഴവാണെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഉഷയുടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും ചികിത്സാ ചെലവ് വഹിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആരോഗ്യരംഗത്തെ സിസ്റ്റം ശരിയാകണമെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ചു മാറണമെന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ സർക്കാരിന്റെ ആരോഗ്യരംഗത്തെ അവകാശവാദങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു ഇപ്പോഴത്തെ സംഭവം. ജനം, കൊച്ചി.